നോക്കുന്നത് അല്ലേ? ലാസ്റ്റ് നമ്മൾ നോക്കുന്ന പ്രോബ്ലം തേർഡ് ഒരു പ്രോബ്ലമാണ് ഡെൻസിറ്റി കാൽക്കുലേഷൻ. ഒന്ന് ചെയ്ത് നോക്കി. നമ്മൾ ക്വസ്റ്റ്യൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. മെറ്റൽ ഹാവിംഗ് ക്യൂബിക് സ്ട്രക്ചർ ഹാസ് എ ഡെൻസിറ്റി ഓഫ് 2.6 gram per centimeter cube, atomic weight of 87.62 gram per mole, and a lattice parameter of 6.0849 angstrom. One atom is associated with each lattice point. Determine the crystal structure of the metal. നമുക്ക് മെറ്റലിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്താണെന്നാണ് ഇവിടെ ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇക്വേഷൻ അറിയാലോ. എന്താണ് ഇക്വേഷൻ? എന്താണ് കാർത്തിക് എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്തായിരുന്നു? കാർത്തിക് ഇല്ല? ഇക്വേഷൻ എന്തായിരുന്നു? ഡെൻസിറ്റി റോ ഈക്വൽ ടു NA divided by VC into NA. ഓക്കെ, VC into NA. VC എന്ന് വെച്ചാൽ എന്താണ്? നമ്മളെ യൂണിറ്റ് സെൽ എന്താണ്? ക്യൂബിക് അല്ലേ? അപ്പോൾ A ക്യൂബാണ് VC വരിക അല്ലേ? AN by A ക്യൂബ് ഇൻറ്റു NA വരും. NA is the Avogadro number. ബാക്കിയുള്ളത് നമുക്ക് തന്നിട്ടുണ്ടല്ലേ. നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? N-ന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. We are given the value of density, atomic weight, and the lattice constant. Lattice parameter A is already given. So, ഏത് സ്ട്രക്ചർ ആണെന്ന് കണ്ടുപിടിക്കട്ടെ. ഏതൊക്കെ സ്ട്രക്ചർ നമുക്കറിയാം? അപ്പോൾ ഇവർ പറയുന്നത് എന്താന്ന് പറയുന്നത് ക്യൂബിക് സ്ട്രക്ചർ ആണെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ അല്ലേ? ക്യൂബിക് സ്ട്രക്ചറിൽ എന്തൊക്കെ നമുക്ക് സിംഗിൾ ക്യൂബിക് ആവാം, അല്ലെങ്കിൽ ബോഡി സെൻറ്റേഡ് ക്യൂബിക് ആവാം, അല്ലെങ്കിൽ ഫേസ് സെൻറ്റേഡ് ക്യൂബിക് ആവാം. So we need to find out what is the value of n. Simple cubic ആണെങ്കിൽ n value of n will be 1. PCC ആണെങ്കിൽ it will be 2. For FCC it will be 4. ഏതാണ് നമുക്ക് കിട്ടുന്നത്? The crystal will be having, or the metal will be having that particular structure. രാഹുൽ ചെയ്യുന്നുണ്ടോ? തരുൺ, ശ്രീരാഗ്? സാർ. Yes, sir. സാർ FCC അല്ലേ? FCC സ്ട്രക്ചർ 4 കിട്ടും അല്ലേ? സാർ. എല്ലാരും കിട്ടുന്നുണ്ടോ? ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 2.6. It will be equal to
atomic weight 87.6 തന്നിട്ടുണ്ട് into n divided by A already given as 6.08 into 10 raised to minus 8, like converted to centimeter. So all cube into Avogadro number 6.023 into 10 raised to 23. ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ n is equal to നമ്മളത് ഇന്റർചേഞ്ച് ചെയ്താൽ n is equal to 3528.14 into 10 raised to minus 1. ഇവിടെ ഒരു minus 1 വരും. 8 into 3 24 ആണ്. 10 raised to minus 24 and 10 raised to 23 വരും. അപ്പോൾ 10 raised to ഒരു minus 1 extra വരുന്നുണ്ട്. Okay, divided by 87.62. അപ്പോൾ അതാണ് എന്നിൻ്റെ വാല്യൂ. അത് ഏകദേശം എത്ര കിട്ടും? 4 point something കിട്ടും. 4. That means the metal is having a CP structure. So the metal is having HCC structure. So first module, the next topic is Hall-Peck equation. We already discussed the equation of Hall-Peck equation. Then the relation it gives the relation between the yield stress and the grain size of a material. First module is the equation of it. The density equation is the problems. Second equation is Hall-Peck equation, which gives the relationship between yield stress and grain size of a material. So the equation is sigma 0 equal to sigma I plus k by root of d. Okay, where sigma 0 is the yield strength. The yield strength it is nothing but the stress needed to cause plastic deformation. അല്ലെങ്കിൽ അതിൽ പെർമനന്റ് ആയിട്ട് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ചേഞ്ച് അല്ലെ ഡിഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര കൊടുക്കണം, നമ്മൾ എത്ര സ്ട്രെസ് കൊടുത്താലും ഇറ്റ് വിൽ ബി എലാസ്റ്റിക് അല്ലെ, അതൊരു എലാസ്റ്റിക് ലിമിറ്റിന്റെ ഉള്ളിലായിരിക്കും ഇനീഷ്യൽ സ്ട്രെസ്. So there will not be any change in the dimension of the material. In order to cause any change in the dimension of the material, നമ്മളൊരു കുറച്ചും കൂടി ഒരു പർട്ടിക്കുലർ എമൗണ്ട് സ്ട്രെസ്സിനേക്കാൾ കൂടുതൽ കൊടുക്കണം അല്ലെ. ആ ഒരു ലിമിറ്റിംഗ് വാല്യൂവിനെ നമ്മൾ yield strength എന്ന് പറയുന്നത്. So sigma 0 represents the yield strength of the that grain, that crystal, that material. Capital D is the average diameter of the grain. Grain എല്ലാം നമ്മൾ എന്താണ് അതിനൊക്കെ അതൊക്കെ ഒരു സർക്കുലർ ആണ്, അല്ലെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് diameter ആണ്, ലെങ്തോ ബ്രെഡ്ത്തോ ഒന്നുമല്ല. പക്ഷെ അത് ഇറഗുലർ ഷേപ്പിലാണെങ്കിൽ we use diameter to represent it. And sigma I and K are constants of the for that particular material. For example, if steel ആണ് മെറ്റീരിയൽ എങ്കിൽ there will be a particular constant. So like this, different constant will be there for different materials. Okay. Again, the Hall-Peck equation is not valid for all type of grains. എല്ലാ ഗ്രെയിൻസിനും അത് വാലിഡ് അല്ല. ഈ ഫൈൻ ഗ്രെയിൻസിനും അത് വാലിഡ് അല്ല. അതുപോലെ തന്നെ ലാർജ് ഗ്രെയിൻ സൈസിനും അത് വാലിഡ് അല്ല. ഓക്കെ, സോ ഒരു പർട്ടിക്കുലർ റേഞ്ച് ഓഫ് മെറ്റീരിയൽസിന് ഗ്രെയിൻ സൈസിനാണ് അത് വാലിഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും അതിന്റെ ഒന്ന് രണ്ട് പ്രോബ്ലംസ് നോക്കുന്നുണ്ട്. ഫസ്റ്റ് പ്രോബ്ലം നോട്ട് ചെയ്തല്ലോ. The yield strength of mild steel with an average grain size of 0.05 mm is 138 megapascal. This is 0.05 grain size mild steel. Material is mild steel. The yield strength is 138 MPa. The yield strength of the same steel with a grain size of 0.007 mm is 276 megapascal. The grain size further വീണ്ടും കുറഞ്ഞപ്പോൾ സെയിം മെറ്റീരിയൽ എത്രയായിരുന്നു? 276 MPa ആണ് അതിന്റെ yield strength. So what will be the grain size of the same steel with a yield stress of 207 MPa?
207 MPa ഉള്ള ആണ് yield strength എങ്കിൽ എത്രയായിരിക്കും grain size? Same material. Okay. Assume the Hall-Peck equation is valid and that the change in the yield stress are due to change in grain size. So Hall-Peck equation പറയുന്നത് എന്താണ്? There is a relation between the grain size and the yield strength. Okay. So എപ്പോഴും yield stress grain size മാത്രം ഡിപ്പെൻഡ് ചെയ്തില്ല ആയിരിക്കണം എന്നില്ല മാറുന്നത്. There can be other factors also. So അതുകൊണ്ടാണ് ഈ ക്വസ്റ്റിൽ അങ്ങനെ പറയുന്ന ഒരു assumption പറയുന്നത് assume that the change in yield stress are due to change in grain size. Okay. Again, ഈ particular കേസിൽ ഈ Hall-Peck equation valid ആണെന്ന് ഇവർ assume ചെയ്യുന്നത്. Because ഈ Hall-Peck equation is not valid for all type of grain size. Okay. നമുക്ക് പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ അവിടേക്ക് അത് വാലിഡ് ആയി. നമുക്ക് ഇക്വേഷൻ അറിയാം. എന്താണ് നമ്മുടെ ഇക്വേഷൻ? Hall-Peck equation നമുക്കറിയാം. എന്താണ് Hall-Peck equation? സിഗ്മ 0 ഈക്വൽ ടു ഇക്വേഷൻസ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്ത് കൊടുക്കാം. സിഗ്മ 0 ഈക്വൽ ടു സിഗ്മ ഐ പ്ലസ് കെ ബൈ റൂട്ട് ഡി. നമുക്കിവിടെ രണ്ട് കേസസ് തന്നിട്ടുണ്ടല്ലേ. ഒന്ന് 132 മെഗാ പാസ്കലിൽ 276 മെഗാ പാസ്കലിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ രണ്ട് ഇക്വേഷൻ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. എന്താണ് ആദ്യം നിങ്ങൾ ജനറൽ ഇക്വേഷൻ എഴുതാം. ജനറൽ ഇക്വേഷൻ അല്ല, Hall-Peck ഇക്വേഷൻ എഴുതി വെക്കാം. എനിക്കൊരു സ്പേസ് ലിമിറ്റഡ് ആയതുകൊണ്ട് ഞാൻ അത് അപ്പൊ നോക്കി നമുക്ക് ഇവിടെ രണ്ട് കേസ് വരുന്നുണ്ടല്ലേ. ഫസ്റ്റ് വൺ ഈസ് സിഗ്മ 0 is equal to 138 MPa is equal to sigma I. Sigma I is unknown, it is a constant, plus K is also a constant, it is a material constant, divided by root of D. D is given in this case as 0.05 mm. So this is case 1 or equation 1 like that. Second case നമുക്ക് തന്നിട്ടുള്ളതാണ് 276 equal to sigma I plus K by root of എത്രയാണ് ഡയമീറ്റർ തന്നിട്ടുള്ളത്, എത്രയാണ് സൈസ് തന്നിട്ടുള്ളത് 0.007. Take it as equation 2. Okay. So first we need to determine the constants of the Hall-Peck equation. എങ്ങനെയാണ് നമുക്ക് ഈ കോൺസ്റ്റന്റ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല? നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്, രണ്ട് അൺനോൺ ഉണ്ട്. അപ്പൊ എങ്ങനെ ചെയ്യും? മാത്തമാറ്റിക്സ് നിങ്ങൾ നോക്കുകയാണ് പോലെ. So here is equation. ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1. കേൾക്കുന്നില്ലേ? ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 സോൾവ് ചെയ്യണം. എന്ത് കിട്ടും അപ്പം? സോൾവ് ചെയ്ത് നോക്കി. 276 മൈനസ് 138 വരും LHS അല്ലെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. സിഗ്മ ഐ മൈനസ് സിഗ്മ ഐ ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെയോ കെ ബൈ റൂട്ട് ഓഫ് 0.007 മൈനസ് കെ ബൈ റൂട്ട് ഓഫ് 0.05. അപ്പോൾ കെ കോമൺ ആണ്. കെ ഇറ്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ് ദ ബ്രാക്കറ്റ്. സോ വി വിൽ ഗെറ്റ് എ വാല്യൂ ഫോർ കെ. കെന്റെ വാല്യൂ എത്രയാണ് നോക്കി. സോൾവിങ് ഇക്വേഷൻ 1 and 2 we will get the value of k. കിട്ടുന്നത് വിഷ്ണു കിട്ടിയോ? വിഷ്ണു എത്തി.
sir. ഓക്കെ, ആൻസർ കിട്ടിയ ചാറ്റിൽ ഇടാം, ചാറ്റ് ബോക്സിൽ ഇടാം. Sir. സോ ഇവിടെ എന്തായിരിക്കും കെന്റെ യൂണിറ്റ്? നമുക്കറിയാം സിഗ്മ 0 ഈക്വൽ ടു അല്ലെ, നമ്മളപ്പോൾ നമുക്കറിയാം ഡയമെൻഷണൽ ഇക്വാലിറ്റി നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഒരു ഈക്വൽ ടു സൈനിന്റെ അല്ലെ, മീൻസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ എന്താണോ യൂണിറ്റ് വരുന്നത് സെയിം ആയിരിക്കും റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന യൂണിറ്റ്. അതായത് ഓരോ ടേമിനും ഉള്ള യൂണിറ്റ് സെയിം ആയിരിക്കും, ശരിയല്ലേ? നമുക്കറിയാം 2 സെന്റിമീറ്റർ പ്ലസ് 5 സെന്റിമീറ്റർ ഇക്വൽ ടു 7 സെന്റിമീറ്റർ, ശരിയല്ലേ? പക്ഷെ 2 മീറ്റർ പ്ലസ് 5 സെന്റിമീറ്റർ ഈക്വൽ ടു നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഈ 2 മീറ്റർ നമ്മൾ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം, അല്ലേ? സിമിലർലി ഇവിടെ എന്താ ഉള്ളത്? സിഗ്മ 0 ഈക്വൽ ടു സിഗ്മ ഐ പ്ലസ് കെ ബൈ സം വാല്യൂ റൂട്ട് ഓഫ് ഡി. അപ്പോൾ സിഗ്മ ഐന്റെ വാല്യൂ കെന്റെ വാല്യൂ നമുക്കറിയില്ല, പക്ഷെ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ സിഗ്മ 0 ഉണ്ട് ആൻഡ് സിഗ്മ ഐ ഇസ് എ സെപ്പറേറ്റ്. സിഗ്മ ഐന്റെ യൂണിറ്റ് എന്തായിരിക്കും? മെഗാ പാസ്കൽ തന്നെ ആയിരിക്കും. സിഗ്മ 0 യൂണിറ്റ് മെഗാ പാസ്കൽ, സിഗ്മ ഐ യൂണിറ്റ് മെഗാ പാസ്കൽ. ഇനി കെ ബൈ റൂട്ട് ഓഫ് ഡിന്റെ യൂണിറ്റ് എന്തായിരിക്കും? മെഗാ പാസ്കൽ ആയിരിക്കും. അന്നേരം കെന്റെ യൂണിറ്റ് എന്തായിരിക്കും? കെ ബൈ റൂട്ട് ഡിന്റെ യൂണിറ്റ് മെഗാ പാസ്കൽ ആണ്, കാരണം എല്ലാ ടേമിന്റെ യൂണിറ്റും മെഗാ പാസ്കൽ ആയിരിക്കും. അപ്പൊ കെന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഓക്കെ, 18.44 കിട്ടുന്നത്. ബാക്കി എല്ലാവർക്കും ഇത് കിട്ടുന്നുണ്ടോ? കെന്റെ യൂണിറ്റ് എന്തായിരിക്കും? മെഗാ പാസ്കൽ റൂട്ട് എന്നായിരിക്കും ഉണ്ടാവുക. അത്രയും മെഗാ പാസ്കൽ റൂട്ട് ഓർ എം എം റേസ് ടു 1/2 അങ്ങനെ ആയിരിക്കാം അതിന്റെ യൂണിറ്റ് വരിക. കാരണം നമുക്ക് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ഡി ആണ് ഡയമീറ്റർ. ഡയമീറ്ററിന്റെ യൂണിറ്റ് നമുക്കറിയാം എം എം ആണ്. സോ അതിനെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൾട്ടിപ്ലൈഡ് ബൈ റൂട്ട് എം എം ആക്കിയാൽ മാത്രമേ നമുക്കത് അവിടെ മെഗാ പാസ്കലായിട്ട് ഇക്വേഷൻ ബാലൻസ് ആവും. കെ യൂണിറ്റ് ഓഫ് കെ മെഗാ പാസ്കൽ റൂട്ട് എം എം. ഓക്കെ, സോ കെന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് സിഗ്മാന്റെ വാല്യൂ കണ്ടുപിടിച്ച് എത്രയാണോ? സിഗ്മയുടെ വാല്യൂ എത്രയാണ്? സിഗ്മ വാല്യൂ മീൻസ് സിഗ്മ ഐ. സിഗ്മ ഐ അതിന്റെ വാല്യൂ എത്രയായിരിക്കും? അതിന്റെ യൂണിറ്റ് പി ആയിരിക്കും, മെഗാ പാസ്കൽ. കാരണം സിഗ്മ 0 ഇസ് ഗിവൺ ഇൻ മെഗാ പാസ്കൽ. സിഗ്മ എങ്ങനെ കണ്ടുപിടിക്കാം? ബൈ giving this value of k either in one of the equation 1 or 2 നമ്മൾ kന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് സിഗ്മ ഐന്റെ വാല്യൂ കിട്ടും. യുവേദ്, നിഷാദ്, പത്തേ ചെയ്യുന്നുണ്ടോ? Yes, sir. പത്തേ, അസഫ്, ബൈ റൂട്ട് ഡി ഉണ്ടാവും. ഏത് 55.7 നോക്കിയാൽ ആൻസർ 8.3 ബൈ റൂട്ട് ഡി ആണ്. ഇപ്പൊ അത് ഏത് കെന്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറോ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ? ഇപ്പൊ 138 ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ ആണെങ്കിൽ 138 ഈക്വൽ ടു സിഗ്മ ഐ പ്ലസ് 18.44 അല്ല 18.44 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 0.05 ചെയ്യാം. അപ്പൊ സിഗ്മ ഐന്റെ വാല്യൂ കിട്ടും. ആർക്കും 55 കിട്ടിയിട്ടുണ്ട്, എല്ലാവർക്കും അതന്നെ കിട്ടും. നോക്കിയാൽ ഓക്കെ, 55.53 കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ വാല്യൂ ഏകദേശം 55 സംതിങ് വരും. 55.5 സംതിങ്, ദാറ്റ് മച്ച് മെഗാ പാസ്കൽ. ഇപ്പൊ നമുക്ക് എന്താ കിട്ടി? കെന്റെ വാല്യൂ കിട്ടി, സിഗ്മ ഐന്റെ വാല്യൂ കിട്ടി. സോ നമ്മൾ ക്വസ്റ്റ്യനിൽ എന്താണ് ലാസ്റ്റ് പാർട്ട് പറയുന്നത്? ഫോർ yield strength 207 what will be the size of the grain? നമുക്ക് വീണ്ടും ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. എന്താണ് 207 ആണല്ലേ? ദാറ്റ് ഈസ് സിഗ്മ 0 ഈക്വൽ ടു സിഗ്മ ഐ പ്ലസ് കെ ബൈ
റൂട്ട് ഡി. ഈക്വേഷൻ എങ്ങനെ മാറിയപ്പോൾ സിഗ്മ 0 ഇസിക്വൽ ടു സിഗ്മ ഐ പവർ എന്താണ് 55.5 പ്ലസ് കെ ഇസ് 18.4 ഡിവൈഡഡ് ബൈ റൂട്ട് ഡി. സോ ഡി എത്രയാണ് കണ്ടുപിടിക്കണം. സിഗ്മ 0ന്റെ പുതിയ വാല്യൂ എത്രയാണ് കൊടുക്കേണ്ടത് 207. When sigma 0 equal to 207, what is the value of d? Solve ചെയ്തൊക്കെ d എത്ര കിട്ടുന്നു. .01. ബാക്കി എല്ലാവർക്കും ഇതുപോലെ കിട്ടുന്നുണ്ടോ? ദാറ്റ് മച്ച് mm വരും. 0.014. ഓക്കെ, 0.015. ഒരാൾക്ക് ചെറിയ വ്യത്യാസം. 0.0 എന്ന് പറയുമ്പോൾ തന്നെ ചെറിയ വാല്യൂ ആണ്. അപ്പോൾ ഡിഫറെന്റ് ഡിജിറ്റ്സ് നമുക്ക് കിട്ടും. അതായത് അവസാനത്തെ ഡിജിറ്റൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. 0.01 വരെ മതി. 0.01 0.1 35 ആണ്. 0.015 അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ 0.01 വരെ കറക്റ്റ് ആയാൽ മതി. 0.014 കിട്ടിയിട്ടുണ്ടാവും, 0.015 കിട്ടിയിട്ടുണ്ടാവും. സോ ഡി വാല്യൂ കിട്ടി. അപ്പൊ ഇതുപോലത്തെ ചെറിയ ചെറിയ പ്രോബ്ലംസ് നിങ്ങളോട് ചോദിക്കാം. അതിന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ 6 to 7 മാർക്സ് ഒക്കെ ഈ പ്രോബ്ലംസിൽ ഉണ്ടാവും. അപ്പോൾ ഈസിലി നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഏരിയ ആണ് പ്രോബ്ലംസ്. ഓക്കെ, ഈസിലി മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏരിയ ആണ് പ്രോബ്ലംസ് ഒക്കെ. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ പ്രോബ്ലംസ് ഒന്നും നോക്കാനില്ല. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിന് ഇത്രയും പ്രോബ്ലംസേ ഉള്ളൂ. വൺ മോർ സെക്ഷൻ ഇസ് ദ മില്ലർ ഇൻഡീസസ്. ഇമ്പോർട്ടൻ്റ് ആണ് മില്ലർ ഇൻഡീസസ്. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറെ ക്ലാസ്സിൽ മില്ലർ ഇൻഡീസസ് മാത്രം നോക്കും. അപ്പോൾ അതൊരു പ്രോബ്ലം നമുക്ക് പറയാം അതിന്. ശരിക്കും അതിൽ നിങ്ങൾക്ക് ഓരോ പ്ലെയിൻസും ഡയറക്ഷൻ തന്നിട്ട് അത് കറസ്പോണ്ടിങ് യൂണിറ്റ് സെല്ലിലേക്ക് അത് വരക്കാനാണ് ചോദിക്കുക. ഡ്രോ ദ കറസ്പോണ്ടിങ് യൂണിറ്റ് സെൽ പ്ലെയിൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇൻ യൂണിറ്റ് സെൽ. അങ്ങനെ ക്വസ്റ്റ്യൻ വരും. അത് നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് വേറെ ക്ലാസ്സിൽ നോക്കാം. തൽക്കാലം ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് വരുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കിയത് ഇന്നലെ ഇന്നുമായിട്ട്. വൺ ഈസ് ഡെൻസിറ്റി ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. സെക്കൻഡ് നമ്മളിപ്പോൾ നോക്കിയ ഹോൾബെക്ക് ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. ഇതിന് ഒരു പ്രോബ്ലം കൂടിയുണ്ട്. ഈ ഒരു പ്രോബ്ലം കൂടി എഴുതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇത് ഹോൾബെക്ക് ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. Strength of titanium is found to be 448 MPa and the grain size is 17 into 10 raised to minus 6 meter and 565 MPa and the grain size is 0.8 into 10 raised to minus 6 meter. Determine the constants of the Hallberg equation and the strength of titanium when grain size is reduced to 0.2 into 10 raised to minus 6 meter. ഇപ്പോൾ ചെയ്ത സെയിം സിമിലർ ഒരു പ്രോബ്ലം തന്നെയാണ്. സോൾവ് ചെയ്ത് നോക്കിയല്ലോ. ഇനീഷ്യലി നമ്മൾ ഇക്വേഷൻ എഴുതുക. എപ്പോഴും നമ്മൾ പ്രോബ്ലം കിട്ടാൻ അറിയുന്ന ഇക്വേഷൻസ് റിസൾട്ട് എഴുതി കൊടുക്കാം. അതിനുശേഷം നമ്മൾ തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം താഴെ എഴുതാം. എന്തൊക്കെ തന്നിട്ടുണ്ട്? സിഗ്മ 0 തന്നിട്ടുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയ ഈ വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് കേസ്. അതുപോലെ സിഗ്മ 0 തന്നിട്ടുണ്ട്, സെക്കൻഡ് കേസ് ഈ വാല്യൂ തന്നിട്ടുണ്ട്. ഇത് രണ്ടും വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് ഇക്വേഷൻസ് എഴുതാം. So after solving equation 1 and 2, we will get the value of sigma I and k. Sigma I and k നമുക്ക് ഇത് സോൾവ് ചെയ്യാം. Okay, sigma I and k are constant.
1. Sir, grain size 17 into 10 minus 6, 10 raised to 6 ആണോ? 10 raised to -6. കാരണം ഗ്രെയിൻ സൈസ് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇത് എന്താണ് ആറ്റം ഐ മീൻസ് ക്രിസ്റ്റലിന്റെ ഉള്ളിലെ ഗ്രെയിൻ ആണ്. അപ്പോൾ അത് അത്രയും ചെറുതല്ലേ, അത്രയും ചെറുതാണ്. നമ്മൾ ആങ്സ്ട്രോങ്ങിലല്ലേ ഇന്നലെയൊക്കെ നോക്കിയത്. ആങ്സ്ട്രോങ് എന്ന് പറഞ്ഞാൽ 10 raised to -10 ആണ്. അത്രയും ചെറിയ സൈസാണ്. ടെൻ റൈസ് ടു -6 ആണ്. അത് ഈ സ്ലൈഡിൽ കൊടുക്കുമ്പോൾ അത് റൈസ് ടു -6 വന്നിട്ടില്ല. 10 -6 അല്ല, 10 റൈസ് ടു -6 ആണ്. തന്നിട്ടുണ്ട് അതൊക്കെ 448 448 ഈക്വൽ ടു സിഗ്മ ഐ പ്ലസ് കെ ബൈ റൂട്ട് ഓഫ് 17 into 10 raised to -6. ഇക്വേഷൻ 1 ആയിട്ട് എടുക്കണം. Then 565 is equal to sigma I plus a by root of 0.8 into 10 raised to -6. Equation 2. Solving equation 1 and 2. 2 minus 1 or 1 minus 2 നമുക്ക് ചെയ്യാം. 2 minus 1. So അത് നമുക്ക് എന്ത് കിട്ടും? We will get the value of a from that. എത്രയാണ് കിട്ടിയോ എന്റെ വാല്യൂ? ഓക്കെ, അതിൻ്റെ അടുത്ത് തന്നെയാണ്. ഓക്കെ, വേറെ ആർക്കും കിട്ടുക നോക്കി, എല്ലാവരും നോക്കി സെയിം വാല്യൂ കിട്ടുന്നില്ല. 0.133 0.14134. ഓക്കെ, ആ ഒരു വാല്യൂൻ്റെ അടുത്താണ് വരുന്നത്. 0.13 സംതിങ് വരും വാല്യൂ. 0.135 നെഗറ്റീവ് അല്ല, നെഗറ്റീവ് ഇല്ലല്ലോ, ചെറിയ വാല്യൂ അല്ല വരുന്നത്. ഇൻറ്റു 10 റൈസ് ടു മൈനസ് സംതിങ് വരും, അങ്ങനെയല്ല വരുന്നത്, നെഗറ്റീവ് അല്ലല്ലോ. നെഗറ്റീവ് വാല്യൂ അല്ല, നെഗറ്റീവ് വെച്ചാൽ സീറോനേക്കാളും ചെറുത് എന്നല്ല അർത്ഥം. നമുക്ക് പോയിന്റ് സംതിങ് എന്നല്ലേ വരും. .134 വരും, 0.135 വരാം. നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുന്നത് ഇപ്പൊ k =
134 ആ രീതിയിൽ കിട്ടും ചിലപ്പോൾ 134 ഇൻറ്റു 10⁻³ അല്ലെങ്കിൽ 13.4 ഇൻറ്റു 10⁻², അങ്ങനെയൊക്കെ വരാം. .134 that much MPa root mm. യൂണിറ്റ് ഉണ്ട് അതിന്റെ യൂണിറ്റിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷേ യൂണിറ്റ് വരുന്നത് MPa root mm ആണ്. ആൻസർ വരുന്നത് ഓൾമോസ്റ്റ് അങ്ങനെയാണ്, 0.13 സംതിങ്, 134 3 5 ഒക്കെ ആവാം. അമിത് ചെയ്യുന്നുണ്ടോ ഇതൊക്കെ? അമിത്, അഖിൽ, മുഹമ്മദ് സമ, ഷഹസാദ്, മുഹമ്മദ് ഫർദീൻ, ന്റെ വാല്യൂ 0.134 കിട്ടി. അങ്ങനെയാണെങ്കിൽ സിഗ്മ അതിന്റെ വാല്യൂ എത്രയാണ്? 0.134. So sigma I is equal to that much MPa. ഇപ്പൊ കിട്ടിയ ന്റെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക. 415.27. ഓക്കെ, വേറെ ആരും നോക്കിയ സെയിം കറക്റ്റ് കിട്ടുന്നുണ്ടോ? അത് തന്നെയാണ്. അസഫിന് 415.5 കിട്ടിയിട്ടുണ്ട്. കിട്ടുന്നുണ്ടോ? നിയർ ബൈ ശ്രീരാഗിന് കിട്ടിയിട്ടുണ്ട് 450. ഓക്കെ, ഓൾമോസ്റ്റ് 415.5. That much MPa is the value of sigma I. So അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്കൻഡ് എന്താ ബി പാർട്ട് എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് ടൈറ്റാനിയം വെൻ ഗ്രെയിൻ സൈസ് റെഡ്യൂസ് ടു 0.2 into 10⁻⁻6. അപ്പോൾ പുതിയ ഗ്രെയിൻ സൈസ് വാല്യൂവിൽ, അതായത് സിഗ്മ അറ്റ് 0.2 into 10⁻⁻6 will be equal to sigma I plus, that is 415.5. sigma I plus K is 0.134 divided by root of 0.2 into 10⁻⁻6. അങ്ങനെയുള്ള സിഗ്മ സീറോന്റെ വാല്യൂ എത്രയാണ് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഫൈനൽ ആൻസർ. രണ്ട് പാർട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഒന്ന് ഈ കോൺസ്റ്റന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ. സോ കോൺസ്റ്റന്റ് വി ഓൾറെഡി ഫൗണ്ട് ഔട്ട് ദ വാല്യൂ ഓഫ് കോൺസ്റ്റന്റ്. ഫസ്റ്റ് വൺ ഈസ് ദ വാല്യൂ ഓഫ് സിഗ്മ സീറോ അറ്റ് എ പർട്ടിക്കുലർ grain size, that is at a reduced grain size of 0.2 into 10⁻⁻6 meter. കിട്ടുന്നുണ്ട് 750. ഓക്കെ ഓക്കെ, രണ്ടാമത് 715 കിട്ടിയിട്ടുണ്ട്. 715 സംതിങ് കിട്ടും അല്ലെ, 715 പോയിന്റ് സംതിങ് കിട്ടും. ഓക്കെ, 715. That much MPa is the answer.
അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ പറയാം 7-8 മാർക്കിനൊക്കെ ആയിരിക്കും ചോദിക്കല്. ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ജസ്റ്റ് അതിന്റെ സിംപ്ലിഫിക്കേഷന്റെ ലോജിക്ക് നമ്മൾ പഠിച്ചാൽ മതി. ഓക്കെ, പ്രോബ്ലംസ് വന്നാൽ വെറുതെ കളയരുത്. എല്ലാം സിമ്പിൾ പ്രോബ്ലംസ് ആണ്. ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നെങ്കിൽ സിമ്പിൾ പ്രോബ്ലംസ് ആണ് തരിക. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം റിമൈനിങ് പ്രോബ്ലംസ്. ഇതൊക്കെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന പ്രോബ്ലംസ് ആണ്. ഓക്കെ, അറ്റൻഡൻസ് ഒന്ന് പറഞ്ഞ ആകാശ് കെ എം. Sir, present, sir. അഖിൽ എം. Present, sir. അമിത് കെ. Present, sir. അനിരു സുരേഷ്. Present, sir. കാർത്തിക്. Present, sir. മുഹമ്മദ് ആദിൽ. Present, sir. മുഹമ്മദ് ഷഹസാദ്. Present, sir. മുത്താദിം. Present, sir.